കണ്ടു. കാരണം ഇതിൽ വലിയ ലീഡേഴ്സുകളോ അല്ലെങ്കിൽ വലിയ പ്രോഗ്രാമുകളോ ഒന്നും വെച്ചിട്ട് ആളുകളെ കൂട്ടുന്ന ഒരു സംഭവം ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നമ്മൾ കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇതിന്റെ ഡെവലപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ സിഇഒ എന്ന് പറയുന്ന ഒരു മലയാളിയാണ് അജിത് മണി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പല ആളുകളും പുച്ഛിച്ച് തള്ളിയത്. കാരണം മലയാളികളെ എല്ലാ കാര്യങ്ങളല്ലോ പുച്ഛിച്ച് തള്ളും. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ ഒരു മലയാളിക്ക് എത്തിക്കൂടാ ക്രിപ്റ്റോ മേഖലയിൽ? തീർച്ചയായിട്ടും പറ്റും. നമുക്കറിയാം ഇപ്പൊ ബിറ്റ് കോയിന് അല്ലെങ്കിൽ എതേറിയം ആയിക്കോട്ടെ, ഇതിന്റെ ഒക്കെ ഡെവലപ്പേഴ്സ് ആണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നാട്ടുകാർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ വില ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്കറിയാം പുറം നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് തീർച്ചയായിട്ടും വില ഉണ്ടാവും അല്ലെ? നമ്മളൊരു പണ്ടൊക്കെ പറയുന്നത് ഗൾഫിലാണ് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഇന്ന് ഗൾഫിൽ പോയ ആളുകൾക്ക് അറിയാം അതിനെക്കാട്ടി ബെറ്റർ നാടാണെന്ന് തോന്നി ചിലപ്പോൾ. അല്ലെ? സ്വാഭാവികമാണ്. അത് എവിടെ നിന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് എന്നുള്ളതാണ്. എവിടെ നിന്നാലും ശരി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പെക്സ് എന്നുള്ള ഈ ഒരു പ്രൊജക്ട് ആദ്യം നമ്മൾ പഠിക്കുക. രണ്ടാമത്, ഇന്ന് വരെ ആർക്കെങ്കിലും അപ്പെക്സിൽ ഒരു രൂപ പോലും അപ്പെക്സ് വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും ഒരു ഇൻകം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജുകളോ നമുക്ക് റീപ്ലൈ തരാതിരിക്കുകയോ, എന്തെങ്കിലും നിങ്ങളൊരു മെയിൽ ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, ഐഡിയയുടെ പ്രോബ്ലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഡ്രോവൽ എന്തെങ്കിലും പെൻഡിങ് വന്നതായിരിക്കും, അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായി. പക്ഷെ അവിടെയൊക്കെ നമുക്കറിയാം സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന സമയം കൊണ്ട് അവർ ചെയ്തു തരുന്നത്. ഇത് തന്നെയാണ് എന്നെ ഇതിലേക്ക് കൂടുതൽ നമുക്ക് അല്ലെങ്കിൽ പഠിക്കാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനും എന്നെ പ്രോത്സാഹിപ്പിച്ചത്. എനിക്ക് അതിലപ്പുറമൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ ഫേസ് 2 എത്തിയപ്പോൾ എത്ര പേര് ഫേസ് 2 എത്തി എന്നുള്ളതാണ്. നമുക്കറിയാം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏകദേശം 7ഓളം ഫിസിക്കൽ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ ഫേസ് 2 വെച്ചു. ഫേസ് 2 മീറ്റിങ്ങുകൾ വെച്ചപ്പോൾ വളരെ ലിമിറ്റഡ് സീറ്റ് ആയിരുന്നു നമ്മൾ പ്രൊമോട്ട് ചെയ്തത്. അതായത് നമുക്കറിയാം ഒരു ട്രെയിനിങ് ആകുമ്പോൾ 2 മണിക്കൂറുള്ളൂ. 2 മണിക്കൂർ ആകുമ്പോൾ നമുക്കറിയാം കുറഞ്ഞ ആളുകളിലേക്ക് നമുക്ക് ഇത് കറക്റ്റ് ഗ്രാസ്പ് ചെയ്യണം, അവർക്കത് പഠിക്കണം, അവർക്കത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അല്ലാതെ 1000 ആളുകളെ വിളിച്ച് ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് സക്സസ് ആകുമ്പോൾ ഇത് വെറുതെ നമുക്കറിയാം. കുറെ ആളുകൾ ഇരുന്ന് ഉറങ്ങും, കുറെ ആളുകൾ എന്ത് ചെയ്യും, ഫോൺ വരുമ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. സ്വാഭാവികമായിട്ടും പറയുന്ന ആളുകളായിക്കോട്ടെ, കേൾക്കുന്ന മറ്റുള്ള അടുത്തുള്ള ആളുകൾക്ക് ഡിസ്റ്റർബ് ആവും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ 25 മെമ്പേഴ്സിന് വെച്ചിട്ട് ഏകദേശം 6ഓ 7ഓ സ്ഥലങ്ങളിലായിട്ട് നമ്മളിപ്പോൾ ഫിസിക്കലായിട്ട് വെച്ചു. ഇപ്പൊ നമ്മൾ തൽക്കാലം നിർത്തി വെച്ചാണ്, കാരണം തായ്ലാൻഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ. തീർച്ചയായിട്ടും അതല്ലാതെ സൂമുകൾ ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ടീമിൽ തന്നെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച്, ഞാൻ അവിടെ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ നിൽക്കുന്നത് 5ഓളം എക്സ്ചേഞ്ചിലായി കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ടയർ 2 ഇനി 1ഓ 2ഓ എക്സ്ചേഞ്ചും കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടയർ 1 എക്സ്ചേഞ്ചുകളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ടയർ 1 സോറി അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ടയർ 1 മെയിൻ എക്സ്ചേഞ്ച് ആണ് ബിനാൻസിലെ. ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിൽ അനൗൺസ്മെന്റ് വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അഭിജിത്ത് മാണി സാർ എന്ന് പറഞ്ഞ പോലെ 6 മാസം കൊണ്ട് ബിനാൻസിൽ എത്തുന്നു പറഞ്ഞെങ്കിൽ എനിക്ക് ഉറപ്പാണ് അത് ഈ പോക്ക് പോവുകയാണെങ്കിൽ 4 മാസം കൊണ്ട് തീർച്ചയായിട്ടും എത്തും. കാരണം അദ്ദേഹം എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് നേരത്തെ വന്നിട്ടുണ്ട്. അതെല്ലാ ആളുകൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ റാങ്ക് ഏകദേശം 3000-ന് മുകളിൽ 3200 എന്തോ റാങ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വൈകാതെ ഇന്നും നാളായിട്ട് 5-ാം തീയതി നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം xt.com ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ റാങ്കിന്റെ വേൾഡ് റാങ്കിൽ 1500-ാം സ്ഥാനത്തേക്ക് എത്താം. ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു ക്രിപ്റ്റോ കറൻസി വന്ന് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കമ്മ്യൂണിറ്റി ഏകദേശം 15,000-ന് മേലെ ആളായപ്പോഴാണ് നമ്മളെ ഈ പ്രൊജക്ട് ഫേസ് 2 തന്നെ കാലുവെച്ചത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു 10 ലക്ഷം ആളുകളൊക്കെ വന്നുള്ള അവസ്ഥ ആലോചിച്ചു. തീർച്ചയായിട്ടും നമുക്കറിയാലോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഒരുപാട് പ്രൊജക്ടുകൾ കോയിൻസിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ വാല്യൂ കൂട്ടുന്നതിനുള്ള, അതേപോലെ തന്നെ നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം ഫേസ് 2 വന്ന സ്റ്റേക്കിംഗ് കൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയം ആളുകൾ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വന്ന ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഫേസ് 2 ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റി കൂടും. മാർക്കറ്റിൽ നിന്നുള്ള ആളുകൾ, ട്രേഡ് ചെയ്യുന്ന ആളുകൾ, അത് ട്രേഡിംഗ് അറിയില്ല അല്ലെങ്കിൽ എനിക്ക് 10 രൂപ ഉണ്ടാക്കണം സ്റ്റേക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് സ്റ്റേക്ക് ചെയ്തിട്ട് ആ ഒരു സംഭവം നമുക്ക് വൈകാതെ ഞാൻ വിശദീകരിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം xt.com 5-ാം തീയതി നമുക്കറിയാം അത് ഡെപ്പോസിറ്റ് ആണെങ്കിൽ 6-ാം തീയതി ട്രേഡ് ആണ്, 7-ാം തീയതി നമുക്ക് വിഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ
നമുക്ക് എല്ലാവർക്കും അറിഞ്ഞോന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. ചില ആളുകൾ പറയും ഞാനിപ്പോ ഇതിന്റെ പൈസ ഇട്ട് എനിക്ക് അത് കിട്ടിക്കൊണ്ട് അത് പറഞ്ഞാൽ പോരാ. നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ അല്പം അറിവുള്ള ആളുകൾ പല വീഡിയോസും പല സംഭവിച്ച് ഇതാക്കും. ഞാൻ അവരെ മോശമാക്കി പറയുന്നില്ല. അവർ പഠിച്ചു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ വ്യക്തികൾ. അപ്പക്സിന്റെ ഓണർഷിപ്പ് എല്ലാവർക്കും അറിയാലേ. ഓണർഷിപ്പിന്റെ വാലറ്റിൽ നിന്ന് 2 ദിവസം മുമ്പ് എന്ത് ചെയ്തു, അത് ഒഴിവാക്കിയിട്ട് ഇന്ന് XT.comന്റെ അതായത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവും, അത് കംപ്ലീറ്റ് ഒരു ഡെഫി കോൺട്രാക്ട് അഥവാ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാക്കി മാറ്റിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോ XT.comലൊക്കെ ലിസ്റ്റ് ഇതാക്കുമ്പോൾ തന്നെ കുക്കോയിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ഡിമാൻഡ് ചിലതൊന്ന് ഏകദേശം 500 കോടിയോളം കറൻസി എന്ത് ബാൻ ചെയ്ത് കളയും. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ നമുക്കറിയാം BP20 3000 കോടി ഇപ്പൊ ലിസ്റ്റ് ചെയ്ത കറൻസിയിലുണ്ട്. അതിൽ തന്നെ ഇപ്പൊ ഏകദേശം ഇപ്പോ 100 കോടിയോളം ബാനിങ് നടന്നു കഴിഞ്ഞു. നിങ്ങൾ എത്ര പേര് അറിഞ്ഞെന്ന് എനിക്ക് അറിയില്ല. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ BSC സ്കാനർ വെച്ച് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അറിയുന്ന ആളുകൾ ഇതിലുണ്ട്. 2900 കോയിൻസ് ആണ് ഇനി ഈ പറഞ്ഞ പോലെ ഇതുള്ളത്. അപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെല്ലെ മെല്ലെ നമുക്ക് എല്ലാ ആളുകളും phase 2 കടക്കുമ്പോൾ അതിന്റെ ബാനിങ് പ്രോസസ് നടക്കും. അതിന് പുറമെ കുക്കോയില് കൊളാബിങ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ 500 കോടി കോയിനാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടയർ നമ്പർ 1 എക്സ്ചേഞ്ചിൽ ടയർ 1 ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വഴുകാതെ വരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വെറും ഒരു ഇൻവെസ്റ്റർ ആയ ഒരു വ്യക്തിക്ക് ഇതൊക്കെ എന്തിനാ അറിഞ്ഞിരിക്കണം? തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്തൊരു അല്ലെങ്കിൽ അതിനെക്കാട്ടും മൂല്യമുള്ള ഒരു സാധനമാണ് അറിവ് എന്നുള്ളത്. നമ്മൾ നിൽക്കുന്നത് ടെക്നോളജിയുടെ ഭാഗമാണ്. നമ്മുടെ കയ്യിൽ ഡിവൈസ് വെച്ചുകൊണ്ട് ലോകത്തിരുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് കാണാനും പഠിക്കാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറ്റും. അവിടെ നമുക്ക് എന്താണ് ബെനിഫിറ്റ്? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ മാറ്റമല്ല ഇനി ലോകത്ത് നടന്നിട്ടുള്ളത്. ഇനി ഒരു 5 വർഷം കൊണ്ട് വരാൻ പോണ മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സൂം ആണെങ്കിൽ അത് കംപ്ലീറ്റ് വെർച്വൽ വേൾഡിലേക്ക് നമ്മൾ മാറാൻ പോകും. എല്ലാ ആളുകൾക്കും അറിയാം അതിനെ പറ്റിയൊക്കെ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അറിയാതെ നമ്മളൊരു വലിയൊരു പുതിയ ലോകത്തേക്ക് നമ്മൾ എത്തും. അതിന് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ ഒരു മേഖല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട സംഭവം, അപ്പെക്സിന്റെ ഫൗണ്ടേഴ്സ് നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഒരുപാട് രാജ്യങ്ങളിലെ വ്യക്തികൾ ഇതിന്റെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരൊക്കെ ബിനാൻസിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ബിനാൻസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ആഫ്രിക്കയിലുണ്ട്, റഷ്യയിലുണ്ട്, ചൈനയിലുണ്ട്, അതുപോലെ മറാത്തികളുണ്ട്. എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്കറിയാം ഇതിന്റെ മെജോറിറ്റി പങ്കും അല്ലെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ഒരു മലയാളി ആയിട്ടുള്ള അഭിസ്ഥാനമാണ്. അത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം എന്തുകൊണ്ട്? നമ്മൾ മലയാളിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അത് അഭിമാനിക്കാം. ഈ ഒരു സാധനത്തിന്, ഈ ഒരു കറൻസിയെ ഇന്ന് വേൾഡ് നെറുകയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇനി ചില ആളുകൾ കളിയാക്കി ചോദിക്കേണ്ടത് ബിറ്റ്കോയിൻ എത്തുക അങ്ങോട്ടൊന്നും നമ്മൾ എത്തണം നമ്മൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല 1500 റാങ്കിൽ എത്തിയ സാധനം തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക, 1-2 വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ വേൾഡിലെ 100 റാങ്കിൽ എത്തിക്കൂടായില്ല. പോരെ? അങ്ങനെ എത്തി തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ ഇതെന്തായിരിക്കും? ഇന്ന് നിങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ 100 റാങ്കിലുള്ള കറൻസികളുടെ വില എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റിൽ ഇഷ്ടം പോലെ പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട്. 2-3-4 വർഷമുള്ള അവരുടെയൊക്കെ ഇന്നും അവർ പറയുന്നത് പൈസയുടെ കണക്കിലാണ്. 10 പൈസ, 5 പൈസ അല്ലെങ്കിൽ 30 പൈസ, ഈ ഒരു കണക്കിലാണ് അവരുടെ വാല്യൂ പറയുന്നത്. അത് ഏത് എക്സ്ചേഞ്ചിലെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. പല ആളുകളും കോടിക്കണക്കിന് കറൻസിന്റെ ആയിട്ട് വിൽക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഇവിടെയാണ് നമുക്ക്, ഞാനടക്കം എല്ലാ ആളുകളും ഇന്ന് ബിറ്റ്മാർട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ എൽ ബാങ്കിലായിക്കോട്ടെ വിറ്റ് ക്യാഷ് ആക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഇന്ന് നമുക്ക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഡ്രോവൽ ചാർജ് വെറും 2.5 അപ്പസ് ടോക്കനാണ് ബിറ്റ്മാർട്ടിൽ വരുന്നത്. എല്ലാ ആളുകളും ബിറ്റ്മാർട്ടിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനിയിപ്പോ അടുത്തത് XT.comൽ എങ്ങനെയെന്ന് അറിയില്ല വിഡ്രോവൽ ചാർജ്. നേരെ മറിച്ച് എൽ ബാങ്കിൽ നമുക്ക് 6% അല്ലെങ്കിൽ 6 പോയിന്റ് മേലെ വരുന്നുണ്ട്. ഓക്കെ, എത്ര വിഡ്രോ ചെയ്താൽ. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും അത് മനസ്സിലാക്കുക. പിന്നെ പല ആളുകൾ അറിയാത്തൊരു സംഭവമുണ്ട്. ഈ phase 2 വന്ന ഒരു മാറ്റം, ഞാനിപ്പോ ഇത് പറഞ്ഞത് അപ്പസിനെ പറ്റിയാണെങ്കിൽ തന്നെ നമ്മൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു phase 2 വന്ന ഒരു മാറ്റം എന്താ വെച്ചാൽ, phase 1 നമുക്കറിയാം വിഡ്രോവൽ പൂർണ്ണമായും ചാർജ് ഫ്രീ ആയിരുന്നു. ഫസ്റ്റ് വിഡ്രോവലും അതേപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ 7 ഡേ അല്ലെ, ഒരാൾ ജോയിൻ ചെയ്ത് 7 ദിവസം കഴിഞ്ഞാൽ $10 ഉണ്ടെങ്കിൽ അയാൾക്ക് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാം. ഇവിടെയാണ് നമുക്ക് ഇപ്പോൾ ഒരു ഗ്യാസ്, എന്തിനാണ് അത് കൊടുക്കുന്നത്? നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള അസറ്റ്. അപ്പക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം കൊടുക്കുന്ന ഒരു ഐഡിയ അല്ല, അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദ്യം 500 അപ്പസ് ടോക്കനാണ്. $50 കൊടുക്കുന്ന ഒരാൾക്ക് 500 അപ്പസ് ടോക്കൺ അദ്ദേഹത്തിന്റെ ഇതിലേക്ക് കൊടുത്തു. അത് TRC നെറ്റ്വർക്കിലുള്ള ഒരു ടോക്കനാണ്. എല്ലാവർക്കും അറിയാം. അത് ആ സമയത്ത് ഇപ്പൊ 9 സെന്റിന് അല്ലെങ്കിൽ 10 രൂപക്കാണെങ്കിൽ 9 രൂപക്കാണ് തരുന്നുണ്ടെങ്കിൽ നാളെ അതെന്ത് ചെയ്യും? 10 സെന്റിന് തരുന്നത്. നാളെ നമുക്ക് അതിന് 100 രൂപ ആണെങ്കിൽ അല്ലെങ്കിൽ 50 രൂപ ആണെങ്കിൽ എത്ര രൂപയാണെങ്കിലും അത് ആ സമയത്ത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അന്നത്തെ മാർക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് വിറ്റ് ക്യാഷ്, അതല്ല നിങ്ങളെ വാലറ്റിൽ സൂക്ഷിച്ച്
നിങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് വിൽക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുക്കുന്ന പൈസക്കേക്കാൾ മൂല്യമുള്ള, അത് ഡിജിറ്റൽ എന്താണ് ഫിസിക്കൽ എന്താണെന്ന് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഡിജിറ്റൽ അസറ്റും ഫിസിക്കൽ അസറ്റും. അപ്പൊ അതിന്റെ വാല്യൂ നിങ്ങൾ ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് നമുക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ആഴ്ചയിലും 5 ദിവസം അഥവാ ശനിയും ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ 1% അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് ഡോളറായിട്ട് വരും. അദ്ദേഹത്തിന് അതായത് USDT ആയിട്ട് അദ്ദേഹത്തിന് വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, $10 ആകുമ്പോൾ വിഡ്രോ ചെയ്യാം. $10 ആകുമ്പോൾ അദ്ദേഹത്തിന്റെ വാലറ്റിലേക്കോ എക്സ്ചേഞ്ചിലേക്കോ, അതല്ലെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ ബാങ്കിലേക്ക് ത്രൂ, അദ്ദേഹത്തിന് ഇന്ത്യക്കാരനാണെങ്കിൽ ബാങ്കിലേക്ക് അദ്ദേഹത്തിന് മാറ്റാനുള്ള ഓപ്ഷൻ. അതല്ല, അത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് അപ്പർ സ്റ്റോക്കനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറൻസികളോ നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ച് വാങ്ങി നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് നമുക്ക് അവസരമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു 1 lakh ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ $1000 $1100 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 200 ചില്ലാൻ ഡോളർ അഥവാ 20,000-ന് മുകളിൽ അദ്ദേഹത്തിന് പെർ മന്ത് അദ്ദേഹത്തിന് ഏൺ ചെയ്യും. ഒരാളെ ഒന്നും നിങ്ങൾ കൊണ്ടുവരികയോ ഒന്നും ചെയ്യണ്ട. പ്ലസ് അദ്ദേഹത്തിന് 11,000 അപ്പർ സ്റ്റോക്കൻ കിട്ടുന്നുണ്ട് TRCയിൽ. അത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപയാണ് വിലങ്കിൽ 11 ലക്ഷം റുപ്യന്റെ മൂല്യമായില്ലേ. നിങ്ങൾ എപ്പോഴും കുറച്ച് കണ്ടാൽ മതി. പ്ലസ് നിങ്ങൾക്ക് ഈ മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള 4.5 മാസം കൊണ്ട് അദ്ദേഹം മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് താല്പര്യമാണ് കൂടുതൽ കൂട്ടണോ വേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് കമ്പനി തന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്, എല്ലാ ആളുകൾക്കും അറിയാം, നമ്മുടെ ഷെയർ അല്ലെ. ഷെയറിന്റെ വാല്യൂ പല ആളുകളും ഒന്ന് പറയുന്നത് ഇത്രയൊക്കെ ഷെയറിന് ഉണ്ടാവും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഷെയറിന് $4,250 ഒരിക്കലും കമ്പനി ഒറ്റയടിക്ക് നിങ്ങൾ ഷെയർ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ ആളുകൾക്കും ഷെയർ വാലറ്റ്, ഷെയർ പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ വാലറ്റിലുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, യഥാർത്ഥ ബിസിനസ്മാൻ, ഞാൻ എല്ലാ മീറ്റിംഗിലും പറയുന്നതാണ്, റീ ഇൻവെസ്റ്റ് ചെയ്യും. 100 രൂപ കിട്ടുമ്പോൾ, ലാഭം കിട്ടുമ്പോൾ 70 രൂപ നിങ്ങൾ എന്താണ് റീ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് യഥാർത്ഥ ബിസിനസ്. 30 രൂപ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ചെലവാക്കും. ഇങ്ങനെ നിങ്ങൾ ഒരു 6 മാസം ചെയ്താൽ മതി. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ 50% നിങ്ങൾ ഷെയർ മാറിലേക്കും ഷെയർ പർച്ചേസിലേക്കും 50% നിങ്ങൾ ഫേസ് ടു ആയിട്ടുള്ള നമ്മുടെ ട്രസ്റ്റ് വാലറ്റോ ഏതെങ്കിലും വാലറ്റ്, മെറ്റാമാസ്ക് ഏതായിക്കോട്ടെ, വാലറ്റിലേക്ക് നിങ്ങൾ അപ്പർ സ്റ്റോക്കൻ നിങ്ങൾ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങളുടെ അസറ്റ് ഒരു പക്ഷേ 1 CR മേലായിട്ട്. ഇത് വെറുതെ പറയല്ല. കാരണം 4,250 എന്നാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് കമ്പനി നിങ്ങളോടൊരു കണ്ടീഷൻ പറഞ്ഞു. നിങ്ങളുടെ BSC സ്കാനർ അഥവാ നിങ്ങൾ BP20 അഡ്രസ് അയച്ചു കൊടുക്കാൻ പറയുന്നു. പ്ലസ് നിങ്ങളോട് പറയുന്നത് എന്താണ്, നിങ്ങളുടെ പാസ്പോർട്ട്, നോമിനിയുടെ പാസ്പോർട്ട്, ആധാർ, ഒരു ഫോം തരുന്നു. ആ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്താൽ കമ്പനി നിങ്ങളുടെ ആദ്യം ചെയ്തു തരുന്നത് നിങ്ങൾക്ക് എന്താണ്, 42,500 BP20 എന്ന് മനസ്സിലാക്കുക. ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 40 സെന്റിൽ നിൽക്കുക. 40 സെന്റ് എന്ന് പറഞ്ഞാൽ 36 രൂപ ഇന്ന് വില ഉണ്ട്. ആ വിലയുള്ള കറൻസി നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ് BP20 അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 1 ഇയർ 12 മാസത്തിന് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലോക്കിംഗ് പീരീഡ് ആയിട്ട് 12 മാസത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, അത് വിൽക്കാൻ പാടില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചോളം നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങൾ വലുതാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതിനേക്കാൾ മൂല്യമുള്ള സാധനമായി മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന $4,250 ഇന്നത്തെ റേറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം 15,30,000 രൂപ ഉണ്ട്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. 15,30,000 സാധനം നിങ്ങൾക്ക് ഒരു $4,500 നിങ്ങൾ എന്നാണോ കംപ്ലീറ്റ് ചെയ്യുന്ന ആ സമയത്ത് കിട്ടും. പ്ലസ് നിങ്ങൾക്ക് എവറി മന്ത് 10% നിങ്ങൾ ഷെയറിന്റെ വാല്യൂ എത്രയാണോ, അപ്പൊ $4,500 ആണെങ്കിൽ $425 വെച്ചിട്ട് ഏകദേശം 38,000 രൂപയുടെ മേലുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങളുടെ വാലറ്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ അപ്പെക്സിന്റെ ID-യിലേക്ക് വരാൻ 12 മാസം വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ നിങ്ങളെ കറൻസി റിലീസായി. ആ സമയത്ത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, വീണ്ടും പറയുന്നു, 100 രൂപ എന്ന് കൂട്ടിക്കൊള്ളു. നിങ്ങൾ മുടക്കിയ 42 ലക്ഷം രൂപ സാധനം ഒരു ബിൽഡിംഗ് ആയി മാറി. നിങ്ങൾ ഒരു തറ ഇട്ട് വെച്ച സാധനം ഒരു ബിൽഡിംഗ് ആയി മാറി. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അയച്ചു നോക്കൂ, നിങ്ങൾക്ക് ആ ഷെയർ കംപ്ലീറ്റ് ആയെങ്കിൽ പോലും നിങ്ങൾക്ക് ആനുവൽ ആയിട്ട് കമ്പനി ഇത് പറഞ്ഞു ഷെയറിന്റെ വാല്യൂ തന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ക്വാർട്ടർലി ആയിട്ടോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴായിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് സൗകര്യം തോന്നും. ഇനി അതൊരു 3 ഷെയറായി മാറും. ഇൻവെസ്റ്റർ അദ്ദേഹത്തിന് താല്പര്യമാണ്. ഒരിക്കലും ഇവിടെ കമ്പൽസറി വേല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 എടുത്ത് ഇതുപോലെ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മിച്ചം വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ 3 ഷെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1,27,500 കറൻസിയാണ്. ഏതാച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര ഉണ്ടത്, ഈ പറഞ്ഞ പോലെ തന്നെ 36 രൂപ ഉണ്ടെങ്കിൽ 1,27,500
17,500 കറൻസി എന്ന് പറഞ്ഞാൽ 45 ലക്ഷം അല്ലെങ്കിൽ 46 ലക്ഷം രൂപ മുതലായി. ഒന്ന് ആലോചിച്ച് നോക്കുക. അറിയാതെ നമുക്ക് അതിലേക്ക് എത്താം. ഇതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, അല്ലാതെ ഒരാളെ കൊണ്ടുവന്ന് ഇതാക്കിയിട്ടില്ല പറഞ്ഞു. ഒന്നും ചെയ്യാതെ കിട്ടുന്നതാണ്. അദ്ദേഹത്തിന് 3 ഷെയർ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായി. അദ്ദേഹത്തിന് കമ്പനി വിദേശത്ത് വെച്ചിട്ട് കമ്പനിയുടെ ബോർഡ് മീറ്റിലേക്ക് ക്ഷണിക്കുന്നു. ടിക്കറ്റ് കാര്യങ്ങൾ അയച്ചു തരും. അപ്പൊ അടുത്ത് നെക്സ്റ്റ് വരുന്നത് മലേഷ്യയിലാണ് ജാനുവരിയിൽ. അതിന് പുറമെ ഈ കറൻസി അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് നോമിനി ആയിക്കൊണ്ടോ അല്ലെങ്കിൽ വൈഫാണ് ഐഡി അടിച്ചിരിക്കുന്ന വൈഫ് അപ്ലിക്കന്റ് ആയിട്ട് അദ്ദേഹത്തിന് നോമിനി ആയിക്കൊണ്ട് പാസ്പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന് കിട്ടുന്ന വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ ആണെങ്കിൽ 1,27,00,000 രൂപ മുതലായി ഒരു വർഷത്തും കൊണ്ട്. പ്ലസ് അദ്ദേഹത്തിന് എല്ലാ മാസവും 12 മാസം അദ്ദേഹത്തിന് 10% എന്ന് വെച്ചാൽ ആവറേജ് 425 ഇൻറ്റു 3 നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, $1,270 വെച്ചിട്ട് 12 മാസം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആള് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരോട് നിങ്ങൾ സംസാരിച്ച് നോക്കുക. 3 മാസമായിട്ടും 4 മാസമായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ, വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവര് കറൻസി നമുക്ക് തരുന്ന കറൻസി ഈ പറഞ്ഞ പോലെ 10 സെന്റിനാന്ന് മനസ്സിലാക്കണം. ഇന്ന് ലിസ്റ്റ് ചെയ്ത കറൻസി 10 സെന്റ്, അല്ലാതെ അന്നത്തെ റേറ്റ് അല്ല തരുന്നത്. അതും മനസ്സിലാക്കണം. അത്രമാത്രം നമുക്ക് കമ്പനി ഒരു വിട്ടുവീഴ്ച തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടട്ടെന്ന് കരുതിയിട്ട്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അത് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെന്ന്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒരു 5-10 വർഷം കൊണ്ട് നമ്മൾ കടക്കാരാണെങ്കിൽ ഇനിയുള്ളൊരു വരുന്ന 1-2 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പണം നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ റെസ്റ്റ് എടുക്കണം. അതാണ് അസറ്റിന്റെ പ്രത്യേകത. വെൽത്തും അസറ്റുള്ള ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞത്. വെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് എന്നും ഒരേ മൂല്യം ഉണ്ടാവുള്ളൂ. അസറ്റ് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് എക്സാമ്പിൾ പറയാണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. മൂന്നാമത് നമുക്ക് വന്ന ഫേസ് 2. ഇതാണ് ഇന്ന് പല ആളുകളെയും ഉറക്കം കെടുത്തിയത്. ഇത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫേസ് 2 ഞാൻ അതിലേക്ക് കടന്നു പോവാണ്. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. ഫേസ് 2 എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വാലറ്റ്. ഞാൻ ഇപ്പൊ അങ്ങനെ തന്നെ പറയാം. ട്രസ്റ്റ് വാലറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ട്രസ്റ്റ് വാലറ്റ് പറയുന്നത്. ട്രസ്റ്റ് വാലറ്റില് നിങ്ങൾക്കറിയാം നമ്മുടെ അപ്പെക്സിലെ മാനേജ് ക്രിപ്റ്റോയിൽ പോയി സെർച്ചിൽ കൊടുത്താൽ APX അടിച്ചാൽ BNB ബ്ലോക്കിലുള്ള അപ്പസ് ടോക്കൺ കാണാം, എംബ്ലത്തോട് കൂടിയിട്ട്. അതിൽ നിങ്ങൾ എനബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പസ് ടോക്കൺ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് കുറച്ച് BNB യിലേക്ക് ഇതാക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എൽബാങ്കെന്നോ ബിറ്റ്മാർട്ടെന്നോ XT.com എവിടുന്നാ ഏത് എക്സ്ചേഞ്ചുകൾ എല്ലാവർക്കും അറിയാം. ക്രിപ്റ്റോ അറിയുന്നവർക്കൊക്കെ കമ്പനിയായിട്ടൊരു ബന്ധമില്ല. എക്സ്ചേഞ്ചിൽ കമ്പനീന്റെ വാടക കൊടുത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പൊ നമുക്കറിയാം ബാങ്കിങ് സിസ്റ്റം അല്ലെ, ഇതുപോലെ തന്നെ അല്ലെങ്കിൽ UAE എക്സ്ചേഞ്ച് കിട്ടും. അവിടെ ഏത് കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുന്ന ഓപ്ഷൻസ് അല്ലേ. ഇഷ്ടംപോലെ എക്സ്ചേഞ്ചിന് നാട്ടിൽ പറയാം ഫിസിക്കലായിട്ട്. ഇതുപോലെ നമുക്ക് ഈ എക്സ്ചേഞ്ചിനെ പ്രത്യേകിച്ച് വേൾഡ് വൈഡ് മാർക്കറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ കയ്യിൽ ഏത് ഡോളറാണുള്ളത്, USDT ആണെങ്കിൽ USDT കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ എക്സ്ചേഞ്ചിൽ പോയിട്ട് അന്നത്തെ പ്രൈസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു 36 രൂപയാണെങ്കിൽ ഇതിലൊക്കെ 40 സെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസക്ക് എത്ര ഡോളറാണോ, $100 ആണെങ്കിൽ $100 വാങ്ങിയിട്ട് നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൽ കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ട്രസ്റ്റ് വാലറ്റിന് താഴെ ഉണ്ടാവും ഡിസ്കവർ എന്ന്, റൈറ്റ് സൈഡിൽ. ആ ഡിസ്കവറും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അപ്പുറത്തൊരു സെർച്ച് എന്നുള്ള ഓപ്ഷൻ വരാം മുകളിൽ. അവിടെ നിങ്ങൾ അപ്പസ് ടോക്കൺ APEX ടോക്കൺ TOKEN.IO ഇത് കൊടുത്തിട്ട് സെർച്ച്. പല ഫോണിലും ഗോ എന്നുണ്ടാവും, ചിലടത്ത് റൗണ്ടിൽ എംപ്ലോയ് സെർച്ച് ഉണ്ടാവും. എന്നിവ ആ സെർച്ച് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഗോ ടു ഫേസ് 2 എന്ന് കാണാം അല്ലെ. അതായത് ഫേസ് 2ലേക്ക് നിങ്ങൾക്ക് പോകാനുള്ളതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റ് കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ വാലറ്റ് കണക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിൽ എംബ്ലം ഉണ്ടാവും, നീലം വെള്ള. അതിമ ക്ലിക്ക് ചെയ്യുക. അതിമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാലറ്റ് കണക്ട് ആയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ വാലറ്റിൽ ഉദാഹരണം പറഞ്ഞാൽ 1000 ടോക്കൺ ഉണ്ടെന്ന് കൂട്ടി, അല്ലെങ്കിൽ 1500 ടോക്കൺ ഉണ്ട്. നിങ്ങൾക്ക് 1000 സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, 1000 നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റേക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ കൺട്രോളിലാണ്. ഇത് കംപ്ലീറ്റ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു സംഭവമാണ്. കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരിട്ടിട്ട് നിങ്ങളുടെ സാധനം സ്റ്റേക്ക് ചെയ്യാം. അത് സ്റ്റേക്ക് ചെയ്യുമ്പോൾ അവിടെ 1421 കോയിനാണ്. 421 കോയിൻ എന്ത് ചെയ്യും? ബാൻ ചെയ്തു പോകും. ബാനിങ് എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് അറിയാം, നമ്മൾ കത്തിച്ച് കളയാന്ന് പറയും, നശിച്ചു പോകും. അത് കമ്പനിക്കോ നമുക്കോ ആർക്കും കിട്ടൂല. അത് എന്തിനാണ്? കറൻസിയുടെ എണ്ണം കുറക്കാൻ. നമുക്കറിയാം 3000 കോടി കറൻസിയിൽ ഇപ്പോൾ 100 കോടിയോളം ബാൻ ചെയ്ത് പോയിന്നാണ്. ഇതുപോലെ എണ്ണം കുറച്ച് പോകണം. എണ്ണം കുറച്ച് കൊണ്ടുവരണം. എണ്ണം കുറക്കുമ്പോൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ ബിറ്റ്കോയിൻ എല്ലാവർക്കും അറിയാം ഇന്ന് 90 ലക്ഷം അല്ലെങ്കിൽ $96,000 ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെ വന്നു? ഡിമാൻഡ് കൂടാൻ കാരണം അതിന്റെ ക്വാണ്ടിറ്റി കുറവാണ്. ഇത്രേ ഉള്ളൂ.
എല്ലാ ആളുകൾക്കും അറിയാം, ഡിമാൻഡാണ്. പല കൈകളിലും അത് സാധനം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിലേക്ക് അത് വരുന്നതിന്റെ എണ്ണം കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഭൂമി അല്ലെ, നിങ്ങളെ കയ്യിൽ ഒരു ഏക്കർ ഭൂമി ഉണ്ട്, ആ ഒരു ഏക്കർ ഭൂമി നിങ്ങൾ വിൽക്കുന്നില്ല, ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. ഇതന്നെ, കാരണം ഭൂമി പെരുകുന്നില്ലല്ലോ. ഇതുപോലെ തന്നെ ഒരു കറൻസിയുടെ എണ്ണം ഒരിക്കലും കൂട്ടാൻ പറ്റില്ല, പക്ഷെ എണ്ണം കുറക്കാനുള്ള മെത്തേഡുകളാണ് ഈ ബാനിങ് പ്രോസസ്. അങ്ങനെ നമ്മൾ ബാൻ ചെയ്ത കറൻസി അതെന്ത് ചെയ്യും, ഡെഡ് ആയ ഒരു വാലറ്റിലേക്ക് പോകുന്നു. നമുക്ക് എന്ത് ചെയ്യും, തൊട്ടതായ നോഡ് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് കാണും. കപ്പാസിറ്റിയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. വൺ ടൈം നിങ്ങൾ കപ്പാസിറ്റി ഉണ്ടാക്കി അത് ലൈഫ് ടൈം ആണ്. നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ട്, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് അറിയാം, നമ്മൾ മോട്ടോറൊക്കെ കിട്ടും, ഫാനൊക്കെ അവിടെ കപ്പാസിറ്റി അല്ലെ. കപ്പാസിറ്റി കേട് വന്ന എന്താ സംഭവിക്കുക, അതിന്റെ സ്ലോ ആയി അല്ലെ, കറങ്ങലൊക്കെ സ്ലോ. ഇതുപോലെ തന്നെ ഈ കപ്പാസിറ്റി നിങ്ങൾക്ക് എത്ര ഉണ്ടോ അത്ര മാത്രം നിങ്ങളത് പവർ ആവും. അതെന്താന്ന് വെച്ചാല്, 1000 നിങ്ങളുടെ കപ്പാസിറ്റി ഉണ്ടെന്ന് നോഡ് ക്രിയേറ്റ് ചെയ്തു, 1000 നിങ്ങളുടെ വാലറ്റിലുണ്ടെന്ന്, നിങ്ങൾക്ക് കിട്ടുന്നത് 2 to 5% ആണ്. 2 മുതൽ 5% ഇടയിലാണ് നീ കിട്ടുന്നത്. 4% കിട്ടിയിട്ടുണ്ട് എനിക്ക്, 3% കിട്ടി, 2% കിട്ടിയ ആൾക്കാർ ഇന്നലെ 2%. അത് നമുക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ കപ്പാസിറ്റി എത്രയാണോ അതിന് ആനുപാതികമായിട്ട് പ്ലസ് നിങ്ങളുടെ വാലറ്റ് സൂക്ഷിക്കുന്നതിന് ആനുപാതികമായിട്ട്. അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ചില ആളുകൾ എന്ത് ചെയ്യും, 1000 കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന്റെ വാലറ്റിൽ ചിലപ്പോൾ 100 കോയിൻ ഉണ്ടാവും. അപ്പൊ ആ 100 കോയിൻ്റെ കിട്ടുള്ളൂ, അത് മനസ്സിലാക്കുക. ചില ആളുകൾക്ക് 10,000 കോയിൻ വാലറ്റിൽ ഉണ്ടാവും, കപ്പാസിറ്റി 1000 ഉള്ളൂ, അപ്പൊ 1000ന്റെ ആണ് കിട്ടുന്നത്. അതാണ് കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റിന്റെ പെർസെന്റേജ് ആണ്. അപ്പൊ ഉദാഹരണം 2% അല്ലെങ്കിൽ 3% കിട്ടുന്നു. 3% എന്ന് പറഞ്ഞാൽ 30 കോയിൻ കിട്ടി. ഈ 30 കോയിൻ നിങ്ങൾ എന്ത് ചെയ്ത്, നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത സാധനം നിങ്ങൾക്ക് വിൽക്കട്ടോ, അത് മനസ്സിലാക്കുക. കമ്പനിയായിട്ട് യാതൊരു ഇതില്ല, വിറ്റ പക്ഷെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീണ്ടും സൂക്ഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണത്, ഒരു 24 hours കൊണ്ട് ഡെയിലി നമുക്ക് ശനി ഞായറൊന്നുമില്ല, നമ്മളെ വാലറ്റിലേക്ക് അതിന്റെ ഈ പറഞ്ഞ 2 to 5% വരും. 30 കോയിൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റ് വെച്ചുവാണെങ്കിൽ 1080 രൂപയായി, 36 രൂപയാണെങ്കിൽ. അത് നിങ്ങൾ വിൽക്കണമെങ്കിൽ അതുപോലെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിലോ നാളെ 100 200 ആകുമ്പോൾ വാല്യൂ തന്നെയാണ്. ഓക്കെ, ഇനി അത് നിങ്ങൾ 10,000-ത്തിലാണ് എത്തിച്ച ആൾക്കാരാണ് നോക്കുന്നത്. 10,000 ആകുമ്പോൾ നിങ്ങൾക്ക് 10,000-ത്തിന് മുകളിൽ, അതായത് ഏകദേശം 10-11,000 രൂപ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 3% ആണ് കിട്ടും. അതിലോ 4 ആവാം, 5 വരാം, 2 വരാം, ഒക്കെ വരാം. അപ്പൊ നമ്മളെ കപ്പാസിറ്റി മെല്ലെ 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 കൂട്ടിക്കൊണ്ടുവരാം. അവിടെ നിങ്ങൾക്ക് ഇപ്പോ ഞാൻ പറഞ്ഞല്ലേ, ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആളെ ചേർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആള് വന്നില്ലെങ്കിലും ഈ 3 ഇൻകം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നമുക്കറിയാം, നമ്മള് ഈ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളോട് എന്റെ സുഹൃത്തുക്കളോട് പറയാൻ ഇത്രേ ഉള്ളൂ, മാക്സിമം നിങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യും. പല ആളുകളും എനിക്ക് ഞാൻ കഴിഞ്ഞ മീറ്റിംഗ് പറഞ്ഞു, 1 കോടി രൂപ ഉണ്ടായിട്ടും ഇന്നും 5 പൈസ കയ്യിലില്ലാത്ത, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കറഞ്ഞിട്ട് ഇന്ന് പൈസ കടം വാങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സാധനം. അസറ്റ് ഒരിക്കലും നിങ്ങൾ തളർത്തില്ല. ഞാൻ പറഞ്ഞു 2010 മുതൽ നമുക്കൊക്കെ അറിയാമല്ലോ, ബിറ്റ്കോയിന്റെ കഥ കേൾക്കുന്നതാണ് അല്ലെ. അന്ന് 1000 രൂപ എടുത്തു വെച്ച ഒരാള് ഇന്ന് 1000 രൂപ എടുത്ത് 1000 രൂപേനുള്ളൂ. ഓക്കെ, ക്ലിയർ. അന്ന് 1000 രൂപക്ക് ഒരു അസറ്റ് ആയിട്ട് ബിറ്റ് കോയിൻ വാങ്ങിച്ച ഒരാളാണെങ്കിലോ എത്ര കോടി ഉണ്ടെന്ന് നിങ്ങൾ അന്ന് കണക്ക് കൂട്ടി വെക്കാൻ മതി. ഇതാണ് അസറ്റും വെൽത്തുള്ള വ്യത്യാസം. ഇപ്പൊ ഫിസിക്കലായിട്ടില്ല, ഗോൾഡ് വാങ്ങുന്ന ആളുകളുണ്ട്. ഗോൾഡ് നിങ്ങൾക്ക് ഒരു 10 വർഷം മുമ്പ് വാങ്ങിയ ഗോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ വാല്യൂ ഒന്ന് കൂട്ടി നോക്കൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് നെഗറ്റീവ് വന്നാലും മനസ്സിലാക്കേണ്ടത്, ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകപരമായിട്ടുള്ള സംഭവം മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ബിറ്റ് കോയിൻ വന്ന സമയത്തും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇത് സ്കാം ആണെന്നും തട്ടിപ്പാണെന്നും പൊട്ടിത്തെറിച്ചു പോകുമെന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ പോസ്റ്ററുകളും വീഡിയോസും മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ അത് കേട്ടിട്ട് വിറ്റൊഴിവാക്കിയ ആളുകൾ മലയാളികളുണ്ട്. പോലീസ് വീട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ മറ്റുള്ളവരെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ ചെറിയൊരു പൊട്ടാണെങ്കിൽ വലിയൊരു വേൾഡ്, വലിയൊരു റൗണ്ട് നമ്മൾ കാണുന്നില്ല, ആ പൊട്ടിൽ നിന്ന് കറങ്ങുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക, എന്താണ് Web3, എന്താണ് ബ്ലോക്ക് ചെയിൻ, എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്, ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഇതിന്റെ സുരക്ഷിതത്വം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, കറൻസികൾ വാങ്ങി ഹോൾഡ് ചെയ്യുക. ഇപ്പൊ നല്ല സമയമാണ്. കാരണം എന്താ വെച്ചാല് ഇനി 1500 റാങ്കിലേക്ക് നാളെ മറ്റന്നാളെ XT.com ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന വോയിസ് റെക്കോർഡ് ചെയ്തോളൂ, $1 വരാൻ പറ്റും. $1 എന്ന് പറഞ്ഞാല് ഇന്ന് നിങ്ങൾ വാങ്ങുന്ന സാധനം 36 രൂപ ഉള്ളത് 45 രൂപ ആയപ്പോ 9 രൂപ ആയി. നിങ്ങളൊരു 10,000 കോയിൻ വാങ്ങി വെച്ചാല് നിങ്ങൾക്ക് ഒരാളെയും ചേർക്കണ്ട, ഒരാളെയും പറ്റിച്ചിട്ടില്ല, 90,000 രൂപ വെറും വിത്തിൻ 2 days. ഞാൻ അങ്ങനെ പറയാൻ പോലെ 2-3 ദിവസം കൊണ്ട് സംഭവിക്കാൻ പോണ സംഭവം. ഒരു പക്ഷെ ഞാനത് പറയാൻ കാരണം 7 രൂപ ഉള്ള സമയത്ത് അല്ലെങ്കിൽ 6 രൂപ ഉള്ള സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക് 15 രൂപ ഉള്ള സമയത്ത് വിറ്റിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാല്
അത് കുറച്ചുകൂടി എനിക്ക് ക്ഷമിക്കാനൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ 40 രൂപക്കും 36 രൂപക്കും വിൽക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ല, 6 രൂപ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോയിൻ വാങ്ങാൻ 6 ലക്ഷം രൂപ മതിയായിരുന്നു 2 മാസം മുമ്പ് നമ്മുടെ സൈറ്റിൽ നിന്ന് വാങ്ങായിരുന്നു. 1 ലക്ഷം കോയിൻ നമ്മൾ ഒരു സ്റ്റേക്കും ചെയ്യേണ്ട, വാലറ്റ് സൂക്ഷിച്ച് ഇന്ന് 36 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 36 ലക്ഷം രൂപയായി. 36 ലക്ഷം, നിങ്ങൾ 6 ലക്ഷം, 30 ലക്ഷം ലാഭമായി. 2 മാസം കൊണ്ട് സംഭവിച്ചതാണ്. നാളെ ഇതൊക്കെ തന്നെ സംഭവിക്കണം. നമ്മൾ പറയാറില്ലേ മറ്റേ കറൻസി കിട്ടിയില്ല, ഈ കറൻസിന്റെ കയ്യിലൂടെ പോയതാന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ഖേദിക്കണ അവസ്ഥ വരാതിരിക്കാൻ ഞാൻ പറയാണ്, മാക്സിമം നിങ്ങൾ കറൻസികൾ വാങ്ങി ഹോൾഡ് ചെയ്ത് വെക്കുക. അത് നല്ല കറൻസികൾ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട്, മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അപ്പെക്സിന്റെ വാല്യൂ എന്തുകൊണ്ടാണ് എത്ര പറയാൻ കാരണം വെച്ചാൽ ഇതിന് വ്യക്തമായ പ്രൊജക്ട് ഉണ്ട്, കമ്മ്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പുറമെ നമുക്കറിയാം ഇന്ന് ലോകത്ത്, എനിക്കറിയില്ല എന്റെ അറിവിൽ വേറെ ഉണ്ടോ എന്നുള്ളത്, ആദ്യമായിട്ടാണ് നമുക്കൊരു ഈ ഫേസ് 2 ഒരു സ്റ്റേക്കിംഗ് പ്രോഗ്രാം വന്നത്. അത് നിങ്ങൾക്ക് മാക്സിമം എത്ര പേരെ എൻജോയ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, $100 ഇട്ട് സ്റ്റേക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ റിവാർഡ് അനുഭവിക്കുമെന്ന് മനസ്സിലാവും. 3 അപ്പർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മോശം ക്യാഷ് ആക്കട്ട. $100 മുടക്കിയത് 106 ഇന്നത്തെ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ മാക്സിമം എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ റഫറലും ബൈനറിയും ഒക്കെ ഉണ്ട് അല്ലെ, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം റഫറൽ ഇല്ലാത്ത ലോകത്ത് ഒരു സംഭവമില്ല. നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റഫറൽ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മളൊക്കെ അറിയാതെ ചെയ്യുന്നുണ്ട്. എന്തിലെങ്കിലും പോയിട്ട് നമ്മൾ അറിയാതെ നമ്മൾ റഫറൽ ലിങ്ക്, ആ ലിങ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ലിങ്ക് ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം ഒരു $50 അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ $5 കിട്ടുന്നു, 450 രൂപ. അദ്ദേഹത്തിന് എന്താ നിങ്ങൾ കൊടുത്ത ഒരു അവസരം കൊടുത്തിട്ടാണ്, അല്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ കുടുക്കുകയോ ലോക്കോ ചെയ്തിട്ടില്ല. ഇനി അദ്ദേഹത്തിന്റെ താല്പര്യമാണ് അത് എനിക്ക് വലുതാക്കണോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ വേണം. ഇന്ന് നമുക്കറിയാം $50 മുടക്കിയ ആൾക്കാർ $30,000 എത്തിയ അനുഭവം ഇന്ന് കേരളത്തിൽ 5 മാസം കൊണ്ടുണ്ട്. എന്തുകൊണ്ടാണത്? അവരതിനെ പറ്റി പഠിച്ചു മനസ്സിലാക്കി സ്വയമേ അവരുടെ പല കാര്യങ്ങളും, പല സ്വപ്നങ്ങളും, പല ആഗ്രഹങ്ങളും അവർ നേടിയെടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് എന്റെ ജീവിതത്തിൽ എന്നെ മാറ്റി തിരിക്കുന്ന ഒരു അവസരം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഇനി രണ്ടാമത് നമുക്കറിയാം, അപ്പർ സ്റ്റോക്കൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാങ്ങി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡിങ് ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ പരിപാടികൾ, വാങ്ങൽ വിൽക്കലാണ് ട്രേഡിങ്. വില കുറയുമ്പോൾ വാങ്ങുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു, സ്വാഭാവികം, എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഡെയിലി മിനിമം $100 $200 ഒക്കെ ഉണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു 3 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ വീട്ടിന് അകത്തിരുന്നു കൊണ്ട്, അല്ലാതെ വീട് വിട്ട് ഇറങ്ങി കുറെ ഓടിയത് കൊണ്ടൊന്നും ബിസിനസ് ആവണം. ബിസിനസ് സ്മാർട്ട് വർക്കാണ്. നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഞാൻ ഓവറായിട്ട് ഇതാക്കുന്നില്ല, കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നമുക്കറിയാം ഇനി നമുക്ക് പിന്നെ തായ്ലാന്റിൽ 6-ാം തീയതി ഒരുപാട് ടീമുകൾ കേരളത്തിൽ 6-ാം തീയതി 11-ാം തീയതി പോകുന്നുണ്ട്. അതിന്റെ പുറമെ നമുക്ക് മൈസൂർ പ്രോഗ്രാം വരുന്നുണ്ട് ജാനുവരിയില്. പിന്നെ മലേഷ്യൻ ട്രിപ്പ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ പാർട്ടിസിപ്പന്റ് ആവാൻ നോക്കുക. കാരണം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടാർഗറ്റ് ആണ്. നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡെയിലി ഇൻകം കിട്ടുന്നു, അതിന് പുറമെ ടോക്കൺ കിട്ടുന്നു, അതിന്റെ പുറമെ ഈ പറഞ്ഞ ഈ റിവാർഡുകളായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രാമുകളായിട്ടോ നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇപ്പൊ നമുക്കറിയാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രോൺ നെറ്റ്വർക്കിലാണ്. ഇനിയിപ്പോ നമുക്ക് ERC ഒക്കെ ബിനാൻസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഈസി ആയിരിക്കും ഈ സംഭവങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ, അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ബൈനറി അല്ലെ. ബൈനറി എന്ന് പറഞ്ഞാല് പെയർ മാച്ച്, അവിടെയും 10% ഉണ്ട്. 10% നമുക്കറിയാം നമ്മുടെ ഏത് ഇൻകം സ്പോട്ടിൽ വിഡ്രോ ചെയ്യാം. എല്ലാ ആളുകൾക്കും അറിയാം $10 ഉണ്ടെങ്കിൽ സ്പോട്ടിൽ വിഡ്രോ ചെയ്യാം. പക്ഷെ അവിടെ കണ്ടീഷൻ എന്താണ്, നിങ്ങൾക്ക് ഡെയിലി വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പോകും. ഒന്ന് ഇന്റേണൽ ട്രാൻസ്ഫർ, അഥവാ മറ്റൊരാൾക്ക്, നിങ്ങളുടെ കൂടെ വന്ന ഒരാൾക്ക് ഡോളർ ആവശ്യമുണ്ടെങ്കിൽ 3%-നുള്ള അപ്പർ സ്റ്റോക്കൻ പോകും. ആദ്യം നമുക്ക് USDT പോയെടുത്ത് അപ്പർ സ്റ്റോക്കൻ. രണ്ടാമത് നമുക്ക് എന്ത് 20% പോകും. അവിടെ USDT 20%, അഥവാ 100 USDT നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ 20 USDT പോയിരുന്നു. അതിന് പകരം ഇന്ന് 20 USDT അപ്പർ സ്റ്റോക്കിനാണ് പോകുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കറൻസിക്ക് മൂല്യം ഉണ്ടാവാനും യൂട്ടിലിറ്റി കൂട്ടാനൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും എന്റെ സുഹൃത്തുക്കളും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താണ് അപ്പെക്സ് എന്ന് ചോദിച്ചാല് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാളെ പോലും നിങ്ങൾ റെഫർ ചെയ്തില്ലെങ്കിൽ പോലും 3 രീതിയിലുള്ള ഇൻകം ഏൺ ചെയ്യാനും അത് ലൈഫ് ലോങ് പ്ലസ് ഒരു ഫ്യൂച്ചർ അസറ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അദ്ദേഹം വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ ചിന്ത ആദ്യം ഒഴിവാക്കുക.
അയാൾ വന്നാൽ നിങ്ങൾക്ക് ഇത്ര 10% റെഫറൽ കിട്ടും, അല്ലെങ്കിൽ 10%. അത് ആ ചിന്തകൾ കൊണ്ടാണ് ഇന്ന് പല ആളുകളും നിങ്ങളുടെ ഒരു റാങ്കിൽ നിന്ന് അടുത്ത റാങ്കിലേക്ക് പോകാൻ പറ്റാത്തത്. നേരെ മറിച്ച് നിങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി കൊടുക്കാൻ പറ്റും, അദ്ദേഹത്തിന് അസറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പ് തന്നെ അല്ലെങ്കിൽ ടീം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയാണ്, എന്റെ സുഹൃത്തുക്കളോട് എല്ലാ ആളുകളോടും പറയാണ്, 400ലധികം ആളുകളുണ്ട്. നിങ്ങൾ ഇന്ന് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചാറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് പറയേണ്ടത്, എനിക്ക് അപ്പസ് ടോക്കൺ എന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് വേണം. അതിനെന്ത് ചെയ്യണം? നിങ്ങളെ സ്പോൺസറെ തന്നെ വിളിക്കണം, എന്നെ അല്ല, അല്ലെങ്കിൽ നാസർ ഖാനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ലീഡേഴ്സിനെ വിളിച്ച് നിങ്ങൾ ഇതാവരുത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാലോ, 100 പേര് വിളിക്കുമ്പോൾ അതിന്റെ അവസ്ഥ എടുത്തില്ലെങ്കിൽ വിഷമാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്പോൺസറെ വിളിച്ച് അവരോട് ചോദിക്കുക, എങ്ങനെയാണ് എനിക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫേസ് 2 കടക്കേണ്ടത്. അപ്പൊ പറഞ്ഞുതരും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഫേസ് 2 കടക്കുക എന്നുള്ള നിർബന്ധമുള്ള കേസൊന്നല്ല. നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് അപ്പസ് കോയിൻ വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ വാല്യൂ കൂടുമ്പോൾ വിൽക്കാം. ഇവിടെ കമ്പൽസറി വാല്യൂ, ചില ആളുകൾ കൺഫ്യൂഷനിലാണ്. കാരണം ഫേസ് 2 ചെയ്തില്ലെങ്കിൽ മറ്റത് കിട്ടൂല എന്നൊക്കെ. ഒരിക്കലും ഇല്ല, നിങ്ങൾക്ക് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ROI കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്കറിയാം, നാളെ മുതൽ 225 ഡേ അല്ലെ, എല്ലാവർക്കും അറിയാം. അവിടെ പല ആൾക്കാർ കൺഫ്യൂഷൻ ആയിട്ട്, അപ്പൊ ഇനി കുറയാണോ എന്ന് വെച്ചു. കുറയുന്നത് നല്ലതാണ്. കാരണം നമുക്കറിയാലോ, ഞാനിപ്പോ ഒരാൾക്ക് പൈസ കൊടുത്തു, അയാൾ പറയാണ് 365 ദിവസം കഴിഞ്ഞിട്ട് തരുള്ളൂ. ഓക്കെ, ക്ലിയർ. അപ്പൊ വേറെ ആൾ പറയാണ് 225 ദിവസം കഴിഞ്ഞിട്ട് തരാം. അപ്പൊ ഏതാ നല്ലത്? 225 നേരത്തെ കാലത്ത് കിട്ടല്ലേ. അവിടെ വേറെ പോസിറ്റീവും കൂടെ ഉണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾക്ക് 225 ദിവസം ഇതിന്ന് പൈസ കിട്ടുമ്പോ അയാൾ എന്ത് ചെയ്യും? കിട്ടിയ പൈസ ഒരു പക്ഷേ, അല്ലെങ്കിൽ ലാഭത്തിന്റെ ഒരു 10% വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരാൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് 3,60,000 കിട്ടും. വീണ്ടും അതിന്റെ 1 ലക്ഷം കൂടി വീണ്ടും ആൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന്റെ റെഫറലും, നിങ്ങൾക്ക് ബൈനറി ഉണ്ടെങ്കിൽ അതിന്റെ ബൈനറിയും കിട്ടും. അപ്പൊ ഇവിടെ പ്ലസ് പോയിന്റ് അല്ലേ. അത് 225 ദിവസമായി. ഞങ്ങൾ കമ്പനിയോട് ആവശ്യപ്പെട്ട 150 ദിവസം ആക്കാനാണ്. പക്ഷെ കമ്പനി എന്ത് ചെയ്തു? അത് 225 ദിവസം ആക്കുക. നമുക്ക് നേരത്തെ കാരണം എന്താ പറയുക, നമുക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ 4.5 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, വരുമാനം ഉണ്ടാക്കാനുള്ള വഴികളും. അതിനോടൊപ്പം നിങ്ങൾ സോറി, ഒരു കോൾ വന്നിരുന്നു. നിർബന്ധമായിട്ടും അസറ്റ് ഇല്ലാത്ത, ഞാൻ വീണ്ടും 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 പറയുന്നു, എന്റെ വോയിസ് കേൾക്കുന്ന നാളെ മുതൽ നിങ്ങളെ കൂടെ ഒരാൾ അസോസിയേറ്റ് ചെയ്യണമെങ്കിലും മിനിമം നിങ്ങൾ ഒരു 1000 അപ്പസ് ടോക്കൺ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് ഇല്ലാത്ത ഒരാളും ഉണ്ടാവരുത്. പ്ലീസ്, റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് നാളെ വിരല് കടിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. കാരണം നമ്മുടെ മുമ്പിലൂടെ ഒരുപാട് കറൻസികൾ വന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ ഇവരെ കയ്യിലൊക്കെ അല്ലെ. തീർച്ചയായിട്ടും ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആജീവനാന്തകാലം അധ്വാനിച്ചാലും ഉണ്ടാക്കാൻ പറ്റാത്ത അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കയറിയ ഇഷ്ടം പോലെ വീഡിയോസ് കാണും. ആരും, ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്രിപ്റ്റോ കൊണ്ട് 100 കോടി ഉണ്ടാക്കി എന്ന് ഒരാളും പറയൂല. കാരണം എന്താണ്? ഇന്നറിയാം, ബിറ്റ് കോയിനുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാവരും പറഞ്ഞു കൊടുക്കോ? ഇല്ല. നേരെ മറിച്ച് അസറ്റ് ഉള്ള ആളുകളെ അവരെ പ്രത്യേകം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം അസറ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും, ഞാൻ നിർബന്ധിക്കുകയാണ്, മിനിമം 1000 അപ്പസ് ടോക്കൺ ഇന്ന് വാങ്ങാൻ നിങ്ങൾക്ക് വേണ്ടത് വെറും 36,000 രൂപയാണ്. ഇന്നത്തെ റേറ്റ് കേട്ടോ, ഇപ്പൊ വാങ്ങണം. നാളെ ചിലപ്പോൾ ഒരു പക്ഷെ വില കൂടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ എക്സ്ചേഞ്ച് പോവുക. ഈ പറഞ്ഞ പോലെ ബിറ്റ്മാർട്ടോ എൽ ബാങ്കോ അല്ലെങ്കിൽ ഇപ്പൊ വന്ന എക്സ്ടിയോടും നാളെ ഇതാവുള്ളൂ. ഇന്നിപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് രാത്രി തന്നെ വാങ്ങി വെക്കുക. ചിലപ്പോൾ ഒരു പക്ഷെ ഇന്ന് 36 രൂപക്ക് വാങ്ങിയ സാധനം നാളെ അത് 40 രൂപ ആയാൽ 6 രൂപ അല്ലെങ്കിൽ 4 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. 1000 കോയിൻ എത്ര റുപ്യ ഇട്ടി നോക്കാം നിങ്ങൾ? 1000 കോയിൻ 4000 രൂപ ഇട്ടില്ലേ? എന്നാലും ഒരു രാത്രി കൊണ്ടാണ് ഇത് സംഭവിക്കും തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ആളുകളും നിങ്ങൾ കിട്ടുന്ന പൈസ മുഴുവൻ പുട്ടടിക്കാതെ ഒരു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്ലാനിങ് ആയിക്കോട്ടെ, അതുപോലെ ഷെയർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അസറ്റുകളായിട്ട് മാക്സിമം ഏൺ ചെയ്യാൻ നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും നല്ലത് വരട്ടെ എന്നും, നമുക്ക് തീർച്ചയായിട്ടും ഒരു 6 മാസം കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അസറ്റിന്റെ വാല്യൂവിനെ പറ്റിയിട്ട് ഓരോരുത്തർ, ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഒരു 1000 കോയിൻ വാങ്ങിച്ചത് കൊണ്ട് ഇന്ന് എന്റെ അസറ്റ് ഇത്ര രൂപ ഉണ്ടെന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്ത നമുക്ക് തീർച്ചയായും കേൾക്കാൻ പറ്റട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു മജീദ് സാർ. മജീദ് സാർ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്ത് തന്നു. നമുക്കറിയാം, നമ്മുടെ ആക്ഷൻ, മോട്ടിവേഷൻ അല്ല നമുക്ക് ആവശ്യം, ആക്ഷനാണ് അല്ലെ. എല്ലാവർക്കും വേണ്ടത് ആക്ഷനാണ്. ആക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കുക. കാരണം ഇനി നമുക്ക് വരുന്നത്, നമ്മുടെ മുന്നിലുള്ളത് ഒരു 2025 വർഷമാണ്. അതിന് നമുക്ക് നല്ലൊരു തുടക്കമാവട്ടെ. അപ്പെക്സിലൂടെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ.
മജീദ് സാർ നേരത്തെ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അസറ്റുകൾ മാക്സിമം ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇനി നമുക്ക് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് മൊബൈലുകൾ ഉണ്ട്. മൊബൈലിൽ നിന്ന് നമുക്ക് അതിന് മാത്രമായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. കാരണം നമുക്കറിയാം നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത് അതാണ് നമുക്ക് ആക്ഷനായിട്ട് എടുക്കാൻ കഴിയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അത് വീണ്ടും വീണ്ടും പറയാണ്. കാരണം നമ്മുടെ ടീമിലൊക്കെ നമ്മൾ നേരത്തെ മജീദ് സർ പറഞ്ഞ പോലെ ടീം മീറ്റിംഗ് ആയിട്ട് 25 പേരുടെ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. അടുത്ത വർഷം നമുക്ക് നല്ലൊരു തുടക്കം ആവട്ടെ. അതിന് ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക. ഓക്കെ, ഏതായാലും എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. താങ്ക് യു.